ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ കോമൺ ആയി കാണുന്ന കുറേ വാക്കുകളും ഇതൊക്കെ എന്താ എവിടെ ഉപയോഗിക്കുക എന്നിങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം കേട്ടോ. തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ പേര് വിനി, ഞാൻ ഇംഗ്ലീഷ് കോഴ്സൊക്കെ എടുക്കാറുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പക്ഷേ അവസാനം ഞാൻ പറഞ്ഞുള്ളൂ. ആദ്യം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം പഠിക്കേണ്ട വാക്കാണ് എനി. എനി പഠിക്കുമ്പം എന്തെങ്കിലും എന്നാണ് നമ്മൾ പൊതുവെ എനി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക. അപ്പോൾ എന്തെങ്കിലും എന്നുള്ളതിന് വേറൊരു വാക്കാണ് സം. അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക, എനിയാണോ സം ആണോ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എനി പഠിക്കാം, അത് കഴിഞ്ഞിട്ട് സം പഠിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരണം. മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എങ്ങനെ പറയും? എന്തെങ്കിലും എന്ന് പറയാൻ എനി എന്നുള്ള വാക്ക് തന്നെ യൂസ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? മനസ്സിലായോ? ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഉപയോഗിക്കേണ്ട സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫ്രേസാണ്. ഡു യു ഹാവ് കിഡ്സ്? കുട്ടികളുണ്ടോ? ഡു യു ഹാവ് പെറ്റ്സ്? പെറ്റ്സ് ഉണ്ടോ? പൂച്ചയോ പട്ടിയോ പശുവോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെ. അപ്പോൾ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ചോദിക്കാൻ എൻ്റെ അടുത്ത്? അങ്ങനെ. ഇനി എനിക്ക് ഒരു സഹായവും വേണ്ട, എങ്ങനെ പറയും? ഒന്നും വേണ്ട എന്ന് പറയാനും എനി ഉപയോഗിക്കാം. ഐ ഡോണ്ട് നീഡ് എനി ഹെൽപ്പ്. എല്ലാ കാര്യങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വളരെ കഴിവുള്ള ആളാണ് ഞാൻ, എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഐ ഡോണ്ട് നീഡ് എനി ഹെൽപ്പ്. പറയുമ്പോൾ സൂക്ഷിച്ച് പറഞ്ഞോളൂ, അത് പറഞ്ഞ അടുത്ത നിമിഷത്തിന് തന്നെ നിങ്ങൾക്ക് സഹായം വേണ്ടി വരും. അപ്പോൾ എനി ഉപയോഗിക്കുന്നത് മനസ്സിലായോ? ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എവിടെയാണ് നിങ്ങൾ എനി കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളതെന്ന്. അത് നമുക്ക് സം നോക്കാം. സം എന്ന് വെച്ചാൽ എന്തെങ്കിലും തന്നെയാണ് അർത്ഥം. എൻ്റെ കയ്യിൽ കുറച്ച് സ്നാക്സ് ഉണ്ട് എന്നിങ്ങനെ പറയാം. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ഹാവ്, അങ്ങനെ തുടങ്ങാം. എനിക്ക് കുട്ടികളുണ്ടെങ്കിൽ ഐ ഹാവ് കിഡ്സ്. എനിക്ക് സ്നാക്സ് ഉണ്ടെങ്കിൽ ഐ ഹാവ് സം സ്നാക്സ്. ഐ ഹാവ് സം സ്നാക്സ്. ഓക്കെ. ഇനി വേറെ ഈ സം ഉപയോഗിക്കുന്നൊരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമോ എങ്ങനെ ചോദിക്കാം? എനിക്ക് വെള്ളം വേണമെന്ന് ചോദിച്ചാൽ പോരാ, ഐ വോണ്ട് സം വാട്ടർ, അതുപോലെ. അങ്ങനെ പോരാഞ്ഞിട്ട് തന്നെയാണ്. കാരണം നമ്മൾ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴേ ഒരു മര്യാദയ്ക്ക് ചോദിക്കണ്ടേ? എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഇവിടുത്തെ രാജാവോ കൊണ്ടുതരാൻ ആൾക്കാർ? പൊളൈറ്റായിട്ട് ചോദിച്ചാലേ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ വെള്ളം കുടിക്കാണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെ ചോദിക്കാം? കുഡ് ഐ ഗെറ്റ് സം വാട്ടർ പ്ലീസ്? അവിടെ ക്യാൻ ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ, പക്ഷെ കുഡാണ് കുറച്ചുകൂടെ പൊളൈറ്റ്. വെള്ളം കിട്ടണ്ടേ നമുക്ക്. അപ്പോൾ കുഡ് ഐ ഗെറ്റ് സം വാട്ടർ പ്ലീസ്? അപ്പോൾ കുറച്ച് എന്നുള്ള അർത്ഥമാണ് അവിടെ സംന്. കുഡ് ഐ ഗെറ്റ് സം വാട്ടർ പ്ലീസ്? ഇപ്പം മനസ്സിലായോ എവിടെയാണ് എനിയും സമം ഉപയോഗിക്കാമെന്ന്? ഒരു ഇൻഫർമേഷൻ കിട്ടണം, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു ഹാവ് എനി എന്തെങ്കിലും ഒരു സാധനം. ഡു യു ഹാവ് എനി മണി? കാശുണ്ടോ വല്ലതും? വലിയ കാര്യത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോവാന്നൊക്കെ പറയാം. കാശുണ്ടോ? ഡു യു ഹാവ് എനി മണി? ഇനി നിങ്ങൾക്ക് കാശ് കുറച്ച് വേണോ എന്ന് അങ്ങോട്ട് കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഡു യു നീഡ് സം മണി? അവിടെ ഡു യു നീഡ് എനി മണി എന്നല്ല ചോദിക്കാം. കുറച്ച് കാശ് വേണോ? ഡു യു വോണ്ട് സം മണി? മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ, ആ സാധനം ഉണ്ടോ എന്നറിയണമെങ്കിൽ എനി വെച്ചിട്ട് പറയാം. ഓക്കെ. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യുമ്പോൾ, ഇത് കുറച്ച് വേണോ എന്നൊക്കെ പറയുമ്പം സം ആണ് യൂസ് ചെയ്യാം. ഡു യു നീഡ് സം മിൽക്ക്? കുറച്ച് പാല് വേണോ? അങ്ങനെയൊക്കെ. പിന്നെ സം ഉപയോഗിക്കുന്ന വേറൊരു കേസ് എപ്പോഴാണെന്ന് വെച്ചാൽ, നമുക്ക് ഉത്തരം യെസ് ആണെന്ന് അറിയാമെങ്കിൽ നമ്മൾ സം ഉപയോഗിക്കുക. നിങ്ങൾ ഭയങ്കരമായിട്ട് മാരത്തോണൊക്കെ ഓടി വന്ന് തളർന്നിരിക്കുക, ഇന്നലെ ഓടിയതാ, രാത്രി കിടന്ന് ഉറങ്ങിയോ, റെസ്റ്റ് കിട്ടിയോ എന്നൊക്കെ അറിയണമെങ്കിൽ ഡിഡ് യു ഗെറ്റ് സം റെസ്റ്റ് എന്ന് ചോദിക്കാം. ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങുന്നത് കണ്ടതാ, അപ്പോൾ റെസ്റ്റ് കിട്ടി, അന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതിന് ഉത്തരം യെസ് ആണെന്ന് അറിയാമെങ്കിൽ നമ്മൾ പൊതുവായ ചോദ്യം ചോദിക്കുമ്പം സം ഉപയോഗിക്കാം. ഡിഡ് യു ഗെറ്റ് എനി റെസ്റ്റ് എന്ന് ചോദിച്ചാൽ കിട്ടിയില്ല എന്നൊരു രീതിയിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ, നമ്മുടെ പ്രതീക്ഷ എന്താണ്? എനിക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടിയെന്നാണെങ്കിൽ ഡിഡ് യു ഗെറ്റ് സം റെസ്റ്റ് എന്നാണ് ചോദിക്കാം. ഇപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഉറങ്ങി എണീറ്റ് വരികയാണ്, കണ്ണൊക്കെ തിരുമ്മിട്ട് ഇങ്ങനെ വരിക, അപ്പോൾ നമുക്കറിയാലോ റെസ്റ്റ് എടുത്തിട്ടാണല്ലോ ഈ വരുന്നത്. അപ്പം ഡിഡ് യു ഗെറ്റ് സം റെസ്റ്റ് എന്ന് ചോദിക്കാം. ഡിഡ് യു ഗെറ്റ് സം റെസ്റ്റ്? കിട്ടിയോ? എന്ത് റെസ്റ്റ് കിട്ടിയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഡ് യു ഗെറ്റ് കേട്ടോ. ഡിഡ് യു ഗെറ്റ് ദ കീസ്? കീസ് മിസ്സിങ് ആയിരുന്നു, കീസ് കിട്ടിയോ എന്നറിയാൻ. അപ്പോൾ 2-3 ചങ്ക്സ് പഠിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലായോ ഈ ചങ്ക്സ്? കുറച്ച് വെള്ളം കിട്ടുമോ എന്ന് ചോദിക്കാൻ കുഡ് ഐ ഗെറ്റ് സം വാട്ടർ? കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് ആ സാധനം?
എനിക്കുണ്ട്, ഐ ഹാവ് എന്ത് സം സ്നാക്സ്, അല്ലെങ്കിൽ ഐ ഹാവ് 2 kids. എനിക്ക് വേണ്ട, ഐ ഡോണ്ട് നീഡ് എന്ത് സഹായം എന്നാണെങ്കിൽ ഐ ഡോണ്ട് നീഡ് എനി ഹെൽപ്പ്. അല്ലെങ്കിൽ എനിക്ക് വെള്ളം വേണ്ട അതാണെങ്കിലോ ഐ ഡോണ്ട് നീഡ് എനി വാട്ടർ. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിലോ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഈ ചങ്ക്സ് പഠിച്ചു വെക്കുന്ന എളുപ്പമാണ്. കാരണം നമ്മളിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദ്യം ചോദിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഈ ചങ്ക്സ് ഒക്കെ എടുത്ത് പറഞ്ഞു തരുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ അതൊക്കെ, ശരിക്കും നോട്ട് ചെയ്ത് വെച്ചോളൂ. മൊബൈൽ എടുത്തിട്ടൊക്കെ എഴുതി വെച്ചോളൂ, പോസ് ചെയ്തിട്ട് കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കണ്ടോളൂ, അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇത് നല്ല വീഡിയോ കേട്ടോ, യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പം മൂന്നാമത്തെ വാക്ക് എൽസ്. എൽസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കൂടാതെ എന്നുള്ളൊരർത്ഥമാണ്. ഇതിന് പുറമേ എന്നുള്ള ഒരർത്ഥം, അല്ലെങ്കിൽ ഇതിനോട് അഡീഷണൽ ആയിട്ട് എന്നുള്ള അർത്ഥവും വരാം. നിനക്ക് വേറെ എന്തെങ്കിലും വേണോ എന്നിങ്ങനെ ചോദിക്കും. എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കണമെങ്കിൽ ആ ചങ്ക് ഡു യു വോണ്ട്. വേറെ എന്തെങ്കിലും എന്ന് പറയാൻ എനിത്തിങ് എൽസ്. ഡു യു വോണ്ട് എനിത്തിങ് എൽസ് അതിൻ്റെ കൂടെ പറഞ്ഞു നോക്കുമോ. ഇപ്പം നമ്മൾ ഈ സദ്യക്ക് വിളമ്പാതിരിക്കുക, എല്ലാം വിളമ്പി കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുക വേറെ എന്തെങ്കിലും വേണോ പറയും. ഡു യു വോണ്ട് എനിത്തിങ് എൽസ്. അടിപൊളി. ഡു യു വോണ്ട് എനിത്തിങ് എൽസ്. കുറച്ച് അച്ചാർ, പപ്പടം. ഡു യു വോണ്ട് എനിത്തിങ് എൽസ്. ഓക്കെ, എൻ്റെ കൂടെ ഇതൊക്കെ ഉറക്കെ പറയണം കേട്ടോ. നമ്മൾ വായിൽ വരണമെങ്കിൽ പറയണം, പറഞ്ഞ് ശീലിക്കണം. ഇനി വേറെ ആരോ നേരത്തെ നിങ്ങളെ വിളിച്ചിരുന്നു, എങ്ങനെ പറയും? വേറെ ആരോ എന്ന് പറയാൻ someone else. വേറെ ആരോ വിളിച്ചിരുന്നു എന്ന് പറയാൻ called you. മുമ്പ്, earlier, നേരത്തെ, earlier. someone else called you earlier. അപ്പം നമ്മൾ പറയാണ് അമ്മയല്ല, അമ്മ വിളിച്ചിരുന്നു, അതല്ല വേറെ ആരോ വിളിച്ചിരുന്നു മുമ്പ്. someone else called you earlier. someone else, വേറെ ആരോ. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. അടുത്ത വാക്ക് സ്റ്റിൽ. ഇപ്പോഴും എന്നുള്ള അർത്ഥം വരാനാണ് സ്റ്റിൽ. അവൾ ഇപ്പോഴും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, എങ്ങനെ പറയും? ഷീസ് ഇപ്പോഴും എന്നില്ല, അവൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്നുള്ള സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കും? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഷീസ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഇവിടെ ഷീസ് വെയിറ്റ് ഫോർ ദ ബസ് എന്ന് പറയരുത്, അല്ലെങ്കിൽ ഷീ വെയിറ്റിംഗ് ഫോർ ദ ബസ് എന്ന് പറയരുത്. ഇസും വെയിറ്റിങ്ങും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ അവൾ എവിടെയാ? ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ പറയാ ഷീസ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. അപ്പൊ അവിടെ ഇപ്പോഴും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയണെങ്കിലോ ഷീസ് സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ ബസ്. അവൾ എവിടെയാ? 3 മണിയായില്ലേ, വീട്ടിലെത്തിയില്ലേ? ഇല്ല, അവൾ ഇപ്പോഴും ബസ് സ്റ്റോപ്പിലുണ്ട്. ഷീ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഇതുവരെ ബസ് കിട്ടിയില്ലേ എന്നൊക്കെ പറയുന്ന കോൺവെർസേഷൻ. ഷീ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഓക്കെ, അവൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പറയും. എന്നുവെച്ചാൽ അവള് 2 രീതിയിൽ ഇത് വരാം കേട്ടോ. ഒന്ന്, അവള് ഒരു സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോഴും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാൻ. എന്നുവെച്ചാൽ കോളേജിലേക്ക് ആയിട്ടില്ല, അല്ലെങ്കിൽ കോളേജിൽ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുക. കോളേജിലും പഠിക്കാനാണല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, ജോലിക്കൊന്നും കയറിയിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഷീ സ്റ്റിൽ സ്റ്റഡിയിങ്. ഇനി വേറൊരു കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അവള് രാത്രി 11 മണിയായിട്ട് കിടന്നിട്ടില്ലേ? ഇല്ല, അവൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഷീ സ്റ്റിൽ സ്റ്റഡിയിങ്. അപ്പോൾ അതിൻ്റെ ആ കോണ്ടെക്സ്റ്റ്, സാഹചര്യം നോക്കിയിട്ട് ഉത്തരം പറയണം. അപ്പോൾ ഉത്തരം പറഞ്ഞാലും അത് കാര്യം മനസ്സിലാക്കണം, അല്ലേ? ലൈറ്റ് എന്താ അവളുടെ മുറിയിൽ ഇപ്പോഴും ഓൺ? ഷീ സ്റ്റിൽ സ്റ്റഡിയിങ്. അവള് ജോലിക്ക് കയറിയില്ലേ? ഇല്ല, ഷീ സ്റ്റിൽ സ്റ്റഡിയിങ്. 2 ഡിഫറെൻ്റ് അർത്ഥങ്ങളാണ്. മനസ്സിലായോ? നീ ഇപ്പോഴും അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അങ്ങനെ ചോദിക്കും. ഇപ്പോൾ ടാപ്പ് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിങ്ങനെ ഒരു സാധനം വെച്ച് കെട്ടി ആ വെള്ളം നിലത്ത് വീഴുന്നത്, എന്താ പറയുക, ഡ്രിപ്പ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ റൂംമേറ്റ് ഇപ്പോഴും അതിൻ്റെ മുകളിലാണ്. ആർ യു സ്റ്റിൽ വർക്കിംഗ് ഓൺ ദാറ്റ്? ഇപ്പോഴും നീ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ആർ യു സ്റ്റിൽ വർക്കിംഗ് ഓൺ ദാറ്റ്? മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ഈ സെൻറ്റൻസ് എപ്പോഴും വരാൻ ചാൻസ് ഉള്ളത് ഷീ സ്റ്റിൽ ഡൂയിങ് സംതിങ്, ഹീ സ്റ്റിൽ ഡൂയിങ് സംതിങ്, ദേ ആർ സ്റ്റിൽ ഡൂയിങ് സംതിങ് എന്നുള്ള രീതിയിലാണ്. വേറൊരു രീതിയിൽ വരെ ഈ ING ഫോം ഇല്ലാതെ അവളിപ്പോഴും ഡൽഹിയിലാണ്, ഹി സ്റ്റിൽ ഇൻ ഡൽഹി. തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് കിട്ടിയിട്ടില്ല, ഹി സ്റ്റിൽ സ്റ്റക്ക് ദെയർ, അവിടെ സ്റ്റക്കായിരിക്കും, സ്റ്റിൽ ഇൻ ഡൽഹി. ആ രീതിയിലും വരാം, ഇപ്പോഴും അവിടെ തന്നെയാണെന്നുള്ള അർത്ഥത്തിൽ. ക്ലിയർ ആയോ? അടുത്തത് ഓൾറെഡി. എന്നുവെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മുമ്പ്, അല്ലെങ്കിൽ ഇപ്പോഴാകുമ്പോഴേക്കും, ഈ ഒരു നിമിഷം ആകുമ്പോഴേക്കും എന്നുള്ള അർത്ഥങ്ങളൊക്കെ വരാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ
കഴിച്ചതാണ് എന്ന് വെച്ചാൽ കഴിച്ചു കഴിഞ്ഞതാണ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണേക്കാൾ മുമ്പ് ഞാൻ കഴിച്ച് തീർന്നതാണ് എന്നുള്ളൊരു ഇതിൽ ഐ ഹവ് ഓൾറെഡി ഈറ്റൺ, കഴിഞ്ഞു, തിന്നതാണ് കേട്ടോ. ഐ ഹവ് ഓൾറെഡി ഈറ്റൺ. ഓക്കെ, ലഞ്ച് കഴിച്ചതാണോ? യെസ്, ഐ ഹവ് ഓൾറെഡി ഈറ്റൺ. ഇനി മീറ്റിംഗ് അപ്പോഴേക്കും കഴിഞ്ഞോ എന്ന് പറയില്ലേ, തീർന്നോ അത് അപ്പോഴേക്കും? നമ്മൾ വിചാരിച്ചത് കുറച്ചുകൂടി നേരം ഉണ്ടാവുന്ന, പക്ഷെ അപ്പോഴേക്കും തീർന്നോ അത് എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കാം? മനസ്സിലാവുന്നില്ല എങ്ങനെ ചോദ്യം ചോദിക്കാന്ന്? എന്നാൽ അതിൻ്റെ ഉത്തരം പറഞ്ഞു നോക്കും, അപ്പോൾ ചോദ്യം കിട്ടും. മീറ്റിംഗ് തീർന്നു എന്ന് എങ്ങനെ പറയും? മീറ്റിംഗ് ഇസ് ഓവർ. ചോദ്യം ചോദിക്കണമെങ്കിലോ ആ ഇസ് ആദ്യം ഇടാം. ഇസ് ദ മീറ്റിംഗ് ഓവർ? മീറ്റിംഗ് തീർന്നോ? ഇസ് ദ മീറ്റിംഗ് ഓവർ? അപ്പോൾ മീറ്റിംഗ് അപ്പോഴേക്കും തീർന്നോ എങ്ങനെ ചോദിക്കും? ഇസ് ദ മീറ്റിംഗ് ഓൾറെഡി ഓവർ? തീർന്നോ? 1 മണിക്കൂർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് 15 മിനിറ്റ് ആണെങ്കിൽ തീർന്നോ? ഇസ് ദ മീറ്റിംഗ് ഓൾറെഡി ഓവർ? തീർന്നു പോയത് മനസ്സിലായോ? ഓൾറെഡി മനസ്സിലായോ? എന്നുവെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തിന് മുമ്പേ സംഭവം തീർന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഉപയോഗിക്കാം. പിന്നെ ഞാൻ കഴിച്ചു കഴിഞ്ഞതാണ് എന്ന് പറയാനൊക്കെ ഉള്ള രീതിയിൽ ഓൾറെഡി ചെയ്തതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കില്ലേ, അത് തന്നെ ഇംഗ്ലീഷിൽ. അടുത്തത് യെറ്റ്. ഇത് പൊതുവേ ഓൾറെഡി ആയിട്ട് കൺഫ്യൂഷൻ വരും, കാരണം ഓൾറെഡിയുടെ സിമിലർ മീനിങ് ആണ്. ശ്രദ്ധിക്കേണ്ടത് യെറ്റ് വരിക ചോദ്യം ചോദിക്കുമ്പോഴും നെഗറ്റീവിലുമാണ്. നമ്മൾ ഓൾറെഡി ഒരു കാര്യം ചെയ്തു, ഐ ഹവ് ഓൾറെഡി ഹാഡ് മൈ ലഞ്ച് അല്ലെങ്കിൽ ഐ ഹവ് ഓൾറെഡി ഈറ്റൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു പോസിറ്റീവായ സെൻറ്റൻസുകളല്ലേ. പക്ഷേ നെഗറ്റീവായത് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ, അല്ലെങ്കിൽ നീ അത് ചെയ്തോ അപ്പോഴേക്കും എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ചോദ്യവും നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസിലുമാണ് ആര് വരിക? യെറ്റ് വരിക. വെരി ഗുഡ്. ഉറങ്ങരുത് കേട്ടോ എൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ അവള് എത്തിയോ? ഇത് മലയാളത്തിൽ നമുക്ക് ഒരു പരിപാടി എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല. അവൾ ഇതുവരെ എത്തിയോ എന്ന് ചോദിക്കില്ലല്ലോ. അവൾ എത്തിയില്ലേ അല്ലെങ്കിൽ എത്തിയോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ചോദ്യമാണ്. എങ്ങനെ ഉണ്ടാക്കുക? വായും പൊളിച്ചിരിക്കാണ്ട് എങ്ങനെയാണ് ഉത്തരം ഉണ്ടാക്കാൻ നോക്കുക, അപ്പം അതിൻ്റെ ചോദ്യം കിട്ടും. എങ്ങനെയാ? ഞാനീ പറയണത് ചിലപ്പോൾ ഞാൻ കുട്ടികളെയൊക്കെ മനസ്സിൽ വിചാരിച്ചാൽ പറയണത്, ചിലപ്പോൾ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ, നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. ഈ ചില സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്, 8ാം ക്ലാസ് 9ാം ക്ലാസ്, അവരുടെയൊക്കെ കമൻറ്റ് കാണുമ്പോൾ അവരെ പെട്ടെന്ന് സങ്കല്പിച്ചത്, പിന്നെ ആലോചിച്ചത് ഇതൊന്നും അല്ലല്ലോ, വലിയ ആൾക്കാരുണ്ടല്ലോ നിങ്ങളോടൊക്കെ വായും പൊളിച്ചിരിക്കുന്നതെന്ന് അങ്ങനെ പറഞ്ഞ കേട്ടോ. പക്ഷേ അപ്പോൾ ഇത് ഉത്തരം നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാക്കാൻ കിട്ടുന്നില്ലെങ്കിൽ പൊതുവെ ഉത്തരം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി, അപ്പോൾ കിട്ടും. അപ്പം നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. അവളെ എത്തിയോ എന്ന് ചോദിക്കണം. അവളെ എത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയാം? ഷീ അറൈവ്ഡ് അല്ലെങ്കിൽ ഷീ ഹാസ് അറൈവ്ഡ് എന്ന് പറയാം അല്ലേ. പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാം ഷീ ഹാസ് അറൈവ്ഡ്. അതിന് ചോദ്യം ചോദിക്കണമെങ്കിലോ ആ ഷീ രണ്ടാമതിടുക. ഹാസ് ഷീ അറൈവ്ഡ്? എത്തിയോ? ഹാസ് ഷീ അറൈവ്ഡ്? അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും എത്തിയോ എന്ന് ചോദിക്കണമെങ്കിൽ ഹാസ് ഷീ അറൈവ്ഡ് യെറ്റ്? എത്തേണ്ടതായിരുന്നു എത്തിയോ എന്നറിയാൻ. ഹാസ് ഷീ അറൈവ്ഡ് യെറ്റ്? അവൾ ഇതുവരെ എത്തിയില്ലേ വസുമതി എന്ന് ചോദിക്കുന്ന പോലെ ഹാസ് ഷീ അറൈവ്ഡ് യെറ്റ്? ഓക്കെ. എത്തിയില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഹാസൻറ്റ് ഷീ അറൈവ്ഡ് യെറ്റ്? ഓക്കെ. ഇനി ഞാൻ എൻ്റെ ഹോംവർക്ക് ഇതുവരെ ചെയ്ത് തീർത്തിട്ടില്ല, എങ്ങനെ പറയും? ഐ ഹാവൻറ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് യെറ്റ്. ഇതുവരെ. ഇനിയിപ്പോൾ 1 മണിക്കൂർ കൂടെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ തീർത്തു എന്ന് വരും. അതുകൊണ്ടാണ് അവിടെ യെറ്റ് വരുന്നത്. ഇതുവരെ ഈ ഒരു നിമിഷം ചോദിക്കുകയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുവരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഐ ഹാവൻറ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് യെറ്റ്. ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 5ാമത്തെ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളൂ. ഐ ഹാവൻറ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് യെറ്റ്. ഓക്കെ. അപ്പോൾ യെറ്റ് ഓൾറെഡി മനസ്സിലായല്ലോ. യെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ സംഭവിച്ചോ എന്നറിയാൻ ചോദ്യം ചോദിക്കാൻ, അല്ലെങ്കിൽ ചെയ്ത് തീർത്തിട്ടില്ല ഇതുവരെ എന്നുള്ള ഇല്ല എന്ന് പറയുന്ന സെൻറ്റൻസുകൾ. ഇതുവരെ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എത്തിച്ചേർന്നു എന്നൊക്കെ പറയണമെങ്കിൽ ഓൾറെഡി ഐ ഹവ് ഓൾറെഡി ഹാഡ് മൈ ലഞ്ച്. ഷീ ഹാസൻറ്റ് ഈറ്റൻ യെറ്റ്. ഓക്കെ. അടുത്തത് ഈവൻ ദോ. അങ്ങനെയാണെങ്കിലും എന്നൊക്കെ പറയില്ലേ, അതാണ് ഈവൻ ദോ. അതിന് തന്നെ വേറൊരു രീതി പറയുകയാണെങ്കിൽ ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ നമുക്കിത് കോമൺ ആയി ഉപയോഗിക്കുമ്പോൾ ഈവൻ ദോ ഒക്കെ മതി കേട്ടോ. അപ്പോൾ ഈവൻ ദോ മഴ പെയ്യായിരുന്നെങ്കിലും ഞങ്ങൾ പുറത്തു പോയി, ഇങ്ങനെ പറയും. അപ്പം എന്തിൻ്റെ കൂടെ ഈവൻ ദോ വേണ്ടേ? ബുദ്ധിമുട്ടുള്ള ആ പ്രവൃത്തി, ആ ഒരു പാർട്ട് ഓഫ് സെൻറ്റൻസ്. 2 സെൻറ്റൻസ് ഇല്ലേ? മഴ പെയ്യുമായിരുന്നു, അങ്ങനെയാണെങ്കിലും ഞങ്ങൾ പുറത്തു പോയി. ഇപ്പം 2 പാർട്ടുണ്ട്. അതിൽ മഴ പെയ്യാണെങ്കിലും അതിൻ്റെ കൂടെയാണ് ഈവൻ ദോ വേണ്ടേ. ഈവൻ ദോ എങ്ങനെ പറയാ? മഴ പെയ്യായിരുന്നുവെങ്കിലും. ഈവൻ ദോ ഇറ്റ് വാസ് റെയിനിങ്, പാസ്റ്റ് ടെൻസ് ആണ്, നടന്നുകൊണ്ടിരുന്നതാണ് ആ സമയത്ത്. അപ്പം മഴ പെയ്യുമായിരുന്നു എങ്കിലും ഈവൻ ദോ ഇറ്റ് വാസ് റെയിനിങ് ഞങ്ങൾ പുറത്തു പോയി.
വി വെൻറ്റ് ഔട്ട്. അപ്പോൾ എഴുതുമ്പോൾ ഈവൻ ദോ ഇറ്റ് വാസ് റെയിനിങ് കോമ ഇടണം കേട്ടോ. ഈവൻ ദോ ഇറ്റ് വാസ് റെയിനിങ് വി വെൻറ്റ് ഔട്ട്. ഈവൻ ദോ ഇറ്റ് വാസ് റെയിനിങ് വി വെൻറ്റ് ഔട്ട്. ഒന്ന് ഉറക്കൊന്ന് പറഞ്ഞോളൂ. ഈ സെൻറ്റൻസ് ഒക്കെ 2 തവണ പറഞ്ഞാൽ പിന്നെ നമുക്ക് വായിലങ്ങ് വരും. പറഞ്ഞോളൂ. ഈവൻ ദോ ഇറ്റ് വാസ് റെയിനിങ് വി വെൻറ്റ് ഔട്ട്. അടുത്തത് സെൻറ്റൻസ് ഉണ്ടാക്കുമോ? അവൾ അധികമൊന്നും പഠിച്ചില്ല എങ്കിലും അവൾ ടെസ്റ്റ് പാസ്സായി. എങ്ങനെ പറയും? ആരുടെ കൂടെ ഈവൻ ദോ വേണ്ടേ? ഈവൻ ദോയ്ക്ക് പകരം ഓൾ ദോ എന്നും പറയാം കേട്ടോ. ഈവൻ ദോ കുറച്ചുകൂടെ ഫോമിലാണ്. ഓൾ ദോ എന്നും കൂടെ പറഞ്ഞാൽ അത് നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരേ മീനിങ് ആണ്. ഇനി ഇതൊന്നും ഇല്ലാണ്ട് ഈവൻ ദോ ഇല്ലാണ്ട് വെറും ദോ എന്ന് പറഞ്ഞാലോ അതും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. ഈവൻ ദോ, ഓൾ ദോ, ദോ. ഈവൻ ദോ കുറച്ചുകൂടെ ഫോമിലാണ്. ദോ ഒക്കെ കുറച്ചുകൂടെ ഇൻഫോമൽ എന്ന് വെച്ചാൽ നമ്മൾ മച്ചാൻ ടൈപ്പ് സംസാരങ്ങളിലൊക്കെ ദോ മതി കേട്ടോ. അപ്പോൾ പറഞ്ഞോളൂ. എന്താ ഞാൻ പറഞ്ഞ സെൻറ്റൻസ് ഓർമ്മയുണ്ടോ? അവൾ അധികമൊന്നും പഠിച്ചില്ല എങ്കിലും അവൾ പാസ്സായി ടെസ്റ്റ്. എങ്ങനെ പറയും? നമുക്ക് ദോ വെച്ച് പറയാം. ദോ ഷീ ഡിഡൻറ്റ് സ്റ്റഡി മച്ച്. അധികമൊന്നും പഠിച്ചില്ല. ദോ ഷീ ഡിഡൻറ്റ് സ്റ്റഡി മച്ച് എന്ത് സംഭവിച്ചു? ഷീ പാസ്ഡ് ദ ടെസ്റ്റ്. ദോ ഷീ ഡിഡൻറ്റ് സ്റ്റഡി മച്ച് ഷീ പാസ്ഡ് ദ ടെസ്റ്റ്. അപ്പോൾ ദോ അല്ലെങ്കിൽ ഈവൻ ദോ അല്ലെങ്കിൽ ഓൾ ദോ ഷീ ഡിഡൻറ്റ് സ്റ്റഡി മച്ച് കഴിഞ്ഞിട്ട് കോമ ഷീ പാസ്ഡ് ദ ടെസ്റ്റ്. ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ തിരിച്ചിടാട്ടോ. ഷീ പാസ്ഡ് ദ ടെസ്റ്റ് ഈവൻ ദോ ഷീ ഡിഡൻറ്റ് സ്റ്റഡി മച്ച്. എൻ്റെ ഗുണം എന്താണെന്ന് അറിയോ? അവിടെ കോമ വേണ്ട. ഇന്നോട് സംഭവിച്ചു ഇങ്ങനെയാണെങ്കിലും എന്ന് പറയുമ്പോൾ കോമ വേണ്ട. തിരിച്ചു പറയാം. ഇങ്ങനെയാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു കോമ വേണം. ഇത് സംഭവിച്ചു. മനസ്സിലായോ? ആ കോമ ഇടുന്നത് ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ പറയുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഷീ പാസ്ഡ് ദ ടെസ്റ്റ് ഈവൻ ദോ ഷീ ഡിഡൻറ്റ് സ്റ്റഡി മച്ച്. ഓക്കെ. അടുത്ത വാക്ക് ഏതാ? ഈവൻ ഇഫ്. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ സംഭവിച്ചാലും അല്ലെങ്കിൽ സംഭവിച്ചിരുന്നെങ്കിലും എന്നൊക്കെ പറയുന്ന സെൻറ്റൻസ് ആണ് ഈവൻ ഇഫ് വെച്ച് പറയാം. ഞാൻ ടയേർഡ് ആണെങ്കിലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ പറയും? വളരെ ആത്മാർത്ഥമായ സുഹൃത്താണ് കേട്ടോ നിങ്ങൾ. അപ്പം നിങ്ങളത് പറയണം. ഞാൻ ടയേർഡ് ആണെങ്കിലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. ഈവൻ ഇഫ് വെച്ചിട്ട് പറയും. ഈവൻ ഇഫ് ഐ എം ടയേർഡ് കോമ ഐ വിൽ ഹെൽപ്പ് യു. അല്ലെങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു ഈവൻ ഇഫ് ഐ എം ടയേർഡ്. അതൊന്നൊരു പ്രശ്നമല്ലടാ. ഐ വിൽ ഹെൽപ്പ് യു ഈവൻ ഇഫ് ഐ എം ടയേർഡ്. ഐ വിൽ ഹെൽപ്പ് യു ഈവൻ ഇഫ് ഐ എം ടയേർഡ്. അങ്ങനെയാണെങ്കിലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നീ ശ്രമിക്കണം. എങ്ങനെ പറയും? ഈവൻ ഇഫ് ഇറ്റ്സ് ഹാർഡ്. കുറച്ച് പാടാണെങ്കിലും ഈവൻ ഇഫ് ഇറ്റ്സ് ഹാർഡ് കോമ നീ ശ്രമിക്കണം. യു മസ്റ്റ് ട്രൈ. സിവിൽ സർവീസ് അല്ലേ, ഇത്തിരി പാടാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നീ ശ്രമിക്കണം, നിന്നെക്കൊണ്ട് പറ്റും. യു മസ്റ്റ് ട്രൈ. ഈവൻ ഇഫ് ഇറ്റ്സ് ഹാർഡ് യു മസ്റ്റ് ട്രൈ. നീ ശ്രമിക്കണം, വെറുതെ വിട്ടു കൊടുക്കല്ലേ. യു മസ്റ്റ് ട്രൈ. അടുത്തത് ഈവൻ സോ. അതെന്ത് സംഭവം? നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, എന്നിരുന്നാലും നമ്മൾ അടുത്ത പറയുന്ന കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാൻ അടുത്ത് പറഞ്ഞ കാര്യം ഇതല്ല, ഇതിനോട് ബന്ധപ്പെട്ടതല്ല, ഇതിനോട് ഓപ്പോസിറ്റ് ആയതാ. അങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യണേക്കാളും എക്സാമ്പിൾസ് ആണ് കൂടുതൽ ഹെൽപ്ഫുൾ ആവുക. നല്ല വിലയുണ്ടായിരുന്നു, എന്നിരുന്നാലും ഞാനത് വാങ്ങിച്ചു. അങ്ങനെയൊക്കെ ആണെങ്കിലും, അപ്പോൾ ശരിക്കും എക്സ്പെൻസീവ് ആണെങ്കിൽ നമ്മളത് പിന്നെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കിയില്ല, ഞാൻ ഇട്ടിട്ട് വന്നു, വാങ്ങിച്ചില്ല എന്നല്ല നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ വാങ്ങിച്ചു. അത് അങ്ങനത്തെ ഒരു മീനിങ് വരാൻ വേണ്ടിയിട്ട്. നല്ല വില കൂടിയ സാധനമായിരുന്നു എന്നെങ്ങനെ പറയാം? നല്ല കൂടുതലായിരുന്നു, അല്ലെങ്കിൽ കൂടുതലാണ് എന്ന് പറയാം. നല്ല വില കൂടുതലാണ് എങ്ങനെ പറയാം? ഇറ്റ്സ് എക്സ്പെൻസീവ്. ഇറ്റ്സ് എക്സ്പെൻസീവ്. എന്നാലും അല്ലെങ്കിൽ എന്നിരുന്നാലും ഞാനത് വാങ്ങിച്ചു. ഈവൻ സോ ഐ ബോട്ട് ഇറ്റ്. അങ്ങനെയാണെങ്കിലും ഞാനത് വാങ്ങിച്ചു. ഈവൻ സോ ഐ ബോട്ട് ഇറ്റ്. ഇതിൽ ബ്രോട്ട് എന്ന് പറയരുത്, വാങ്ങിക്കുക ബൈ, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ബോട്ട്. കൊണ്ടുവരിക ബ്രിങ്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോട്ട് കേട്ടോ. ബ്രിങ് ബ്രോട്ട്. ബ്രിങ് ബ്രോട്ട്. മാർക്കില്ലല്ലോ. ഓക്കെ. വില കൂടുതലാണ്, ഇറ്റ്സ് എക്സ്പെൻസീവ്, ഈവൻ സോ ഐ ബോട്ട് ഇറ്റ്. അവൻ ടയേർഡ് ആയിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിലും അവൻ ജോലി കണ്ടിന്യൂ ചെയ്തു. എങ്ങനെ പറയും? 2 സെൻറ്റൻസ് ആയിട്ട് നമുക്കത് പറയാം കേട്ടോ. ഒരു ഇതായിട്ട് പറയണമെന്നില്ല. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് രണ്ടാമത്തെ സെൻറ്റൻസ് ആയിട്ട് പറയാം. അവൻ ടയേർഡ് ആയിരുന്നു എങ്ങനെ പറയും?
ടയേർഡ് ആണെന്ന് പറയാൻ ഹീസ് ടയേർഡ് ആയിരുന്നു. ഹി വാസ് ടയേർഡ്. ഹി വാസ് ടയേർഡ് അങ്ങനെയായിരുന്നെങ്കിലും ഈവൻ സോ വർക്ക് കണ്ടിന്യൂ ചെയ്തു. ഹി കണ്ടിന്യൂഡ് വർക്കിംഗ്. ഈവൻ സോ ഹി കണ്ടിന്യൂഡ് വർക്കിംഗ്. അടുത്തത് ദാൻ. എവിടെ ഉപയോഗിക്കാം? പൊതുവെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ദാൻ ഉപയോഗിക്കുക. കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവരും പറയില്ലേ? പക്ഷെ കമ്പയർ ചെയ്യേണ്ട ആവശ്യം വരും അല്ലേ? ആരാണ് കൂടുതൽ ടോൾ ആയിട്ടുള്ളത്? ഉയരം ആർക്കാണ്? അവൾക്ക് അവളുടെ അനിയനേക്കാളും ഉയരമുണ്ട്. എങ്ങനെ പറയും? ഷീസ് ടാളർ ദാൻ ഹെർ ബ്രദർ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഷീസ് ടോൾ ദാൻ ഹെർ ബ്രദർ എന്ന് പറയരുത്. ടോളർ കമ്പാരിറ്റീവ് ഡിഗ്രി തന്നെ യൂസ് ചെയ്യണം. എന്നുള്ള ഡിഗ്രി. ചിലതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ബ്യൂട്ടിഫുൾ, ഷീസ് ഡാഷ് ദാൻ ഹെർ മദർ. അവളുടെ അമ്മയെക്കാളും സുന്ദരിയാണ്. എങ്ങനെ പറയും? ഷീസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെർ മദർ. ബ്രദർ അല്ലല്ലോ. ആണുങ്ങൾക്ക് പൊതുവെ ഹാൻസം എന്നല്ലേ പറയാം. ബ്യൂട്ടിഫുൾ പൊതുവെ സ്ത്രീകളോട് ബന്ധപ്പെട്ടാ പറയാം കേട്ടോ. ഷീസ് ടോളർ ദാൻ ഹെർ ബ്രദർ. ടോളർ ദാൻ അതിനേക്കാളും. ഓക്കെ. പിന്നെ വേറൊരു ഇതുള്ളത്, ഈ കമ്പയർ ചെയ്യുന്നത് ഇങ്ങനെ ടോളർ ബ്യൂട്ടിഫുൾ അത് മാത്രമല്ല, പുറത്ത് പോണേക്കാളും ഞാൻ വീട്ടിൽ നിൽക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. എങ്ങനെ പറയും? ഇവിടെയും രണ്ട് കാര്യം നമ്മൾ കമ്പയർ ചെയ്യാം അല്ലേ? ഒന്ന് പുറത്ത് പോവുക, അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കാം. അപ്പം എനിക്കിഷ്ടം വീട്ടിൽ നിൽക്കുന്നതാണ് പുറത്ത് പോണേക്കാളും. അങ്ങനെ പറയും. സെൻറ്റൻസ് നല്ല രസമാണ്, പഠിച്ചോളൂ. ഐഡ് റാദർ സ്റ്റേ ഹോം. വീട്ടിൽ നിൽക്കാം, അതാണ് എനിക്കിഷ്ടം. ദാൻ ഗോ ഔട്ട്. ഐഡ് റാദർ ഡു ദിസ് ദാൻ ദാറ്റ്. അതിനേക്കാളും ഇത് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ പ്രിഫറൻസ്. അപ്പം എങ്ങനെ പറഞ്ഞേ? ഐഡ് റാദർ സ്റ്റേ ഹോം. ഐ വുഡ് റാദർ സ്റ്റേ ഹോം ആണ് ഐഡ്. നമ്മൾ ഐഡെന്നേ പറയുള്ളൂ, എക്സ്പാൻഡ് ചെയ്ത് പറയാറേയില്ല. ഐഡ് റാദർ സ്റ്റേ ഹോം ദാൻ ഗോ ഔട്ട്. ഇത് വെച്ച് നിങ്ങൾക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാമോ? രണ്ട് കാര്യത്തിൽ നിങ്ങൾക്ക് ഇതാണ് കൂടുതൽ പ്രിഫറൻസ്. എങ്ങനെ പറയും? ഐഡ് റാദർ ഡു ദിസ് ദാൻ ദാറ്റ് എന്നിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കിയിടും. അപ്പോൾ ആ പേടി മാറും. അടുത്തത് വെൻ. എന്താണ് വെൻ? അതേ സമയത്ത് വേറെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് വെൻ എന്ന് ഉപയോഗിക്കുക. അപ്പോൾ എന്നാണ് പൊതുവെ നമ്മൾ മലയാളത്തിൽ ഇതിൻ്റെ ഒരു വാക്ക് വരിക. ഞാൻ എപ്പോഴും പറയും, ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കരുത്, നമ്മൾ കോൺടെക്സ്റ്റ് വെച്ചിട്ട് പഠിക്കണം. ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ചാൽ പണി കിട്ടും. കിട്ടിയ ആൾക്കാർ എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, അയ്യോ ഇതങ്ങനെ അപ്പം ഇങ്ങനെയല്ലേ എൻ്റെ ട്രാൻസ്ലേഷൻ. അങ്ങനെ പഠിക്കരുത്. ഞാൻ എപ്പോഴും പറയും, അത് എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. സം പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ പെടും. നിങ്ങൾക്ക് ഒരു ഇത്തിരി സ്ഥലത്ത് മാത്രം കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ നിൽക്കല്ലോ. നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കണ്ടേ? അപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യരുത്. ട്രാൻസ്ലേറ്റ് ചെയ്യാണ്ട് കോണ്ടെക്സ്റ്റ് വയ്ക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ സംഭവം എന്താണ്? വെൻ. എങ്ങനെ പറയും? നീ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങുമായിരുന്നു. വിളിച്ചപ്പോൾ, ആ സമയത്ത്, അങ്ങനെ പറയാനാണ് വെൻ. അപ്പോൾ ഞാൻ ഉറങ്ങുമായിരുന്നു, എങ്ങനെ പറയാ? ഞാൻ ഉറങ്ങുകയാണെന്ന് പറയാനോ? ഐ ആം സ്ലീപ്പിംഗ്. ഞാൻ ഉറങ്ങുമായിരുന്നു, ഐ വാസ് സ്ലീപ്പിംഗ്. എപ്പോൾ? വെൻ യു കോൾഡ്. നീ വിളിച്ചപ്പോൾ. വെൻ യു കോൾഡ്. ഐ വാസ് സ്ലീപ്പിംഗ് വെൻ യു കോൾഡ്. ഐ വാസ് ടേക്കിംഗ് എ ബാത്ത് വെൻ യു കോൾഡ്. ഇത് നമ്മൾ പൊതുവേ കേൾക്കാറുണ്ട്. എടാ കണ്ടില്ല, ഫോൺ വിളിച്ചപ്പോഴും ഞാൻ അറിഞ്ഞില്ല, ഞാൻ കുളിക്കായിരുന്നു. ഐ വാസ് ടേക്കിംഗ് എ ബാത്ത് വെൻ യു കോൾഡ്. ഉപയോഗം വരും, എന്തായാലും വരും. തിരിച്ചു വിളിക്കുമ്പോൾ പറയണ്ട, സോറിടാ ഐ വാസ് ടേക്കിംഗ് എ ബാത്ത് വെൻ യു കോൾഡ്, അല്ലെങ്കിൽ ഐ വാസ് സ്ലീപ്പിംഗ് വെൻ യു കോൾഡ്. അവള് എത്തിയപ്പം എല്ലാവരും കൈയടിച്ചു. വലിയൊരു മത്സരമൊക്കെ ജയിച്ചു വന്ന കുട്ടിയാണ്, കൈയടിക്കണ്ടേ? അപ്പോൾ എങ്ങനെ പറയാം? അവൾ എത്തിയപ്പോൾ എല്ലാവരും കൈയടിച്ചു. When she arrived, everyone clapped. When she arrived, everyone clapped. എല്ലാവരും ക്ലാപ്പ് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ എന്നുള്ള അർത്ഥം തന്നെ. അപ്പോഴാണ് പ്രശ്നം. ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു പ്രവൃത്തി കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലാണ് വൈൽ വരിക. അപ്പോൾ ഇതിപ്പോൾ ആ ഒരു സമയത്ത് ഇന്നൊരു കാര്യം ചെയ്യായിരുന്നു, വിളിച്ചപ്പോൾ കുളിക്കായിരുന്നു എന്നല്ലേ പറഞ്ഞേ. പക്ഷെ ഇത് രണ്ട് പ്രവൃത്തിയും സൈമിൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ മ്യൂസിക് ലിസൺ ചെയ്തു. എങ്ങനെ പറയും? ഐ ലിസൺഡ് ടു മ്യൂസിക് വൈൽ വർക്കിംഗ്. ആ രീതിയാണ് സെൻസ് ഉണ്ടോ? വൈൽ ഡൂയിങ് സംതിങ്, വൈൽ വർക്കിംഗ്, വൈൽ ഈറ്റിംഗ്, അങ്ങനെ. ഐ ലിസൺഡ് ടു മ്യൂസിക്. ഞാൻ മ്യൂസിക് ലിസൺ ചെയ്തു വൈൽ വർക്കിംഗ്. ഐ ലിസൺഡ് ടു മ്യൂസിക് വൈൽ വർക്കിംഗ്. ഞാൻ ചെയ്യാറുണ്ട്, മ്യൂസിക് ലിസൺ ചെയ്യാറുണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്. എങ്ങനെ പറയും?
ഐ ലിസൺ ടു മ്യൂസിക്. അവിടെ ലിസൺഡ് വേണ്ട, സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. ഐ ലിസൺ ടു മ്യൂസിക് വൈൽ വർക്കിംഗ്. പിന്നെ വൈലിന് വേറൊരു യൂസ് കൂടി ഉണ്ട്. ഇങ്ങനെയാണെങ്കിലും എനിക്കിതാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ വൈൽ ഉപയോഗിക്കും. എനിക്ക് കോഫി ഇഷ്ടമാണ് എങ്കിലും എനിക്ക് ചായ കുടിക്കാനാണ് ഇപ്പോൾ താല്പര്യം. എങ്ങനെ പറയും? വൈൽ ഐ ലൈക്ക് കോഫി ഐ പ്രിഫർ ടീ. പക്ഷെ അത് വളരെ കോമൺ അല്ല, നമുക്കത് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ പൊതുവെ വരാറില്ല. ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി കാര്യം. എന്തായാലും ഐ പ്രിഫർ ടീ എന്ന് പറഞ്ഞാൽ ചായ തന്നെ കൊണ്ട് കൊടുക്കുക. മനസ്സിലായോ? കോഫി ഇഷ്ടമാണെങ്കിലും എനിക്ക് ചായ കുടിക്കാനേ താല്പര്യം എന്നാണ് അവിടെ അർത്ഥം. വൈൽ ഐ ലൈക്ക് കോഫി ഐ പ്രിഫർ ടീ. അല്ല, ഇത്രയധികം പറയണ കാര്യമുണ്ടോ? ചായ മതി എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, അടുത്തത് സിൻസ്. ഒരു സമയം മുതൽ എന്ന് പറയാനാണ് സിൻസ് വരിക. അവിടെ മാത്രമല്ല, കാരണം പറയാനും സിൻസ് വരും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ 2020 മുതൽ ഇവിടെ താമസിക്കുകയാണ്. എങ്ങനെ പറയും? ഐ ഹവ് ലിവ്ഡ് ഹിയർ സിൻസ് 2020. അപ്പം മുതൽ, 2020 മുതൽ ഐ ഹവ് ലിവ്ഡ് ഹിയർ. അതാണ് ഐ ഹവ് ലിവ്ഡ് ഹിയർ സിൻസ് 2020. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാരണം പറയാൻ. ഇപ്പം ഇത് മനസ്സിലായി, 2020 മാത്രമല്ല, ലാസ്റ്റ് മൺഡേ മുതൽ ഞാൻ ഇവിടെയാണ്. ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈം അത് ഇതിങ്ങനെ പറയാം. ഇപ്പോൾ കഴിഞ്ഞ സെഞ്ച്വറി ആണെങ്കിലും ഈ സിൻസ് വെച്ച് പറയാം. കഴിഞ്ഞ 10 വർഷം ഞാനിവിടെ താമസിക്കാമെന്ന് ഇങ്ങനെ പറയും. അതിപ്പോൾ സിൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർ 10 years. കാല അളവ് പറയുക, 10 വർഷം അല്ലെങ്കിൽ 20 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫോർ എന്നാണ് പറയുക. ഒരു പോയിന്റ് ഓഫ് ടൈം മുതൽ എന്ന് പറയാൻ സിൻസ് ആണ്. അത് തെറ്റിപ്പോരുത് കേട്ടോ. പിന്നെ പൊതുവേ ഫോറും സിൻസ് ഉപയോഗിക്കുമ്പോൾ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. പെർഫെക്റ്റ് ടെൻസ് ഒക്കെ പറഞ്ഞപ്പോൾ പേടിയായോ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ബേസിക്സ് അറിയില്ലെങ്കിൽ ഒരു 16 വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഞാൻ കോമെൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അത് കണ്ടാൽ മതി. ഈ സംഭവമൊക്കെ പേടിയൊക്കെ പമ്പ അടക്കും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ലേ സിൻസ് നമുക്ക് ഒരു കാരണം പറയാൻ ഉപയോഗിക്കാമെന്ന്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങളിവിടെ എത്തിയത് കാരണം നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. എങ്ങനെ പറയും? സിൻസ് യു ആർ ഹിയർ. നിങ്ങളിവിടെ എത്തിയ സ്ഥിതിക്ക് അല്ലെങ്കിൽ എത്തിയത് കാരണം നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മീറ്റിംഗ്. നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. മനസ്സിലായത്? അവള് സിക്കായത് കാരണം സിൻസ് ഷീ ഈസ് സിക്ക്. അങ്ങനെ കാരണം പറയാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? സിൻസ് എന്ന് ഉപയോഗിക്കാം. രണ്ടർത്ഥവും വരാം. കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് എന്താ അർത്ഥം എന്ന് മനസ്സിലാക്കണം. അടുത്തത് ബിഫോർ. ബിഫോർ എന്ന് വെച്ചാൽ എന്താ? മുമ്പ് എന്നുള്ള അർത്ഥമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകണം. മുമ്പ്. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണേ. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇവൻറ്റിന് മുമ്പ്, ഭക്ഷണം കഴിക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് മുമ്പ് എന്ന് പറയാനാണ് ബിഫോർ. ഞാൻ 5 വർഷം മുമ്പ് അവളെ കണ്ടു എന്ന് പറയണമെങ്കിൽ ഐ മെറ്റ് ഹെർ 5 years ago. അപ്പോൾ ഈ സമയം പറയുമ്പോൾ എഗോ പറയാം. എഗോ, മുമ്പ് എന്ന് പറയാൻ. 5 വർഷം മുമ്പ്, 5 years ago. ഇന്നൊരു പ്രവൃത്തിക്ക് മുമ്പ് അല്ലെങ്കിൽ ഇന്നൊരു ഈവൻറ്റിന് മുമ്പ് എന്ന് പറയുമ്പോൾ അവിടെ ബിഫോർ ഈറ്റിംഗ്. അതാണ് വ്യത്യാസം. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. പടം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവളെ കണ്ടു. എങ്ങനെ പറയും? ഐ സോ ഹെർ ബിഫോർ ദ മൂവി സ്റ്റാർട്ടഡ്. ഐ സോ ഹെർ ബിഫോർ ദ മൂവി സ്റ്റാർട്ടഡ്. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവളെ കണ്ടു. അവളിപ്പോൾ ഇവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ബാത്റൂമിലായിരിക്കും. ഐ സോ ഹെർ ബിഫോർ ദ മൂവി സ്റ്റാർട്ടഡ്. ആഫ്റ്ററോ, ശേഷം എന്ന് പറയാൻ വേണ്ടിയിട്ട്. മീറ്റിങ്ങിന് ശേഷം ഞാൻ കഴിക്കാം. ഇവിടെ ഇന്നോട്ട് അടച്ചു വെച്ചോളൂ. മീറ്റിങ്ങിന് ശേഷം ഞാൻ കഴിക്കാം. ഐ വിൽ ഈറ്റ് ആഫ്റ്റർ ദ മീറ്റിംഗ്. എളുപ്പല്ലേ? ബിഫോർ ഈറ്റിംഗ് വാഷ് യുവർ ഹാൻഡ്സ്. ഐ വിൽ ഈറ്റ് ആഫ്റ്റർ ദ മീറ്റിംഗ് എന്ന് വെച്ചാൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട്. എല്ലാവരും വന്ന ശേഷമാണ് അവൾ പോയത്. ഷീ ലെഫ്റ്റ് ആഫ്റ്റർ എവ്രി വൺ കെയിം. ഷീ ലെഫ്റ്റ് ആഫ്റ്റർ എവ്രി വൺ കെയിം. ഓക്കെ, അടുത്തത് ബിക്കോസ്. എളുപ്പമാണ് അല്ലേ? കാരണം പറയാനാണ്. ഞാൻ വീട്ടിൽ നിൽക്കാൻ കാരണം എനിക്ക് വയ്യായിരുന്നു. അതെ, ഐ സ്റ്റേഡ് ഹോം ബിക്കോസ് ഐ വാസ് സിക്ക്. ഐ സ്റ്റേഡ് ഹോം ബിക്കോസ് ഐ വാസ് സിക്ക്. അല്ലേ? കാരണം പറയാം. ബിക്കോസ് ഇന്ന കാരണം കൊണ്ട്. ബിക്കോസ് ഐ വാസ് സിക്ക്. അവൾ കരയുണ്ടല്ലോ, എന്താ കാരണം? അവൾ സങ്കടപ്പെട്ടിരിക്കണോണ്ടാ? പറഞ്ഞോളൂ. സങ്കടമുള്ളതുകൊണ്ടാ? ഉത്തരം പറഞ്ഞോളൂ. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? അത്
ഒരു ഉത്തരമായിട്ട് പറയാം. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണം അവൾക്ക് സങ്കടമുള്ളതുകൊണ്ടാണ്. എങ്ങനെ പറയും? ഷീസ് ക്രൈങ് ബിക്കോസ് ഷീസ് സാഡ്. ഷീസ് ക്രൈങ് ബിക്കോസ് ഷീസ് സാഡ്. അടുത്തത് സോ, അതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. അതിന് തന്നെ ഇതേപോലെ മീനിങ് വരുന്നതാണ് ദെയർ ഫോർ, ഹെൻസ് എന്നുള്ള വാക്കുകളൊക്കെ കേട്ടോ. തണുപ്പുണ്ട്, അതുകൊണ്ട് ഒരു ജാക്കറ്റ് ഇട്ടോളൂ. ഇറ്റ്സ് കോൾഡ്, ഇറ്റ് ഇസ് കോൾഡ് ആണ്, ഇറ്റ്സ് കോൾഡ്. ഇറ്റ്സ് കോൾഡ് സോ വെയർ എ ജാക്കറ്റ്, അല്ലെങ്കിൽ പുട്ട് ഓൺ എ ജാക്കറ്റ്. ഇറ്റ്സ് കോൾഡ് സോ, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? വെയർ എ ജാക്കറ്റ്. ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക്, അതുകൊണ്ട് ഞാൻ നേരത്തെ കിടന്നു. എങ്ങനെ പറയും? നേരത്തെ കിടന്നു, നേരത്തെ ഉറങ്ങിന്നല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കണ്ടേ? എല്ലാവരും അതുകൊണ്ട് ഞാൻ ഉറങ്ങി ഉള്ളത് പറയും. അല്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ കിടന്നു എന്ന് പറയാം. ഇതൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലൊരു എന്താ പറയുക, ഒന്നുകൂടെ ശ്രമിക്കാൻ വേണ്ടി പറഞ്ഞാട്ടോ. പറഞ്ഞോളൂ, ശ്രമിച്ചോളൂ. എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു. ഐ ആം ടയേർഡ് എന്ന് ആരെങ്കിലും പറഞ്ഞല്ലേ? ഐ വാസ്, ആയിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ കാര്യമല്ല, ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പോൾ ഉറങ്ങി നേരത്തെ, അല്ലെങ്കിൽ കിടന്നു നേരത്തെ. സോറി. എങ്ങനെ പറയും? ഐ വാസ് ടയേർഡ് സോ ഐ വെൻറ്റ് ടു ബെഡ് ഏർലി. അങ്ങനെ പറയാം. ഗോ ടു ബെഡ് എന്ന് വെച്ചാൽ കിടക്കുക എന്നർത്ഥം, കിടക്കാൻ പോവാം. അപ്പോൾ ഐ വാസ് ടയേർഡ് സോ ഐ വെൻറ്റ് ടു ബെഡ് ഏർലി. അടുത്തത് അതർവൈസ്, അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. ഇറങ്ങിക്കോളൂ ഇല്ലെങ്കിൽ ലേറ്റ് ആവും, അല്ലെങ്കിൽ ഇറങ്ങിക്കോളൂ ഇല്ലെങ്കിൽ ബസ് മിസ്സാവും. എങ്ങനെ പറയും? ഇറങ്ങിക്കോളൂ എന്ന് വെച്ചാൽ ഗോ നൗ എന്നൊന്നും പറയരുത്. ലീവ് നൗ കേട്ടോ. ഇറങ്ങുക, പുറപ്പെടുക, ലീവാണ്. എൻ്റെ പാസ്റ്റ് ടെൻസ് ലെഫ്റ്റ് കേട്ടോ, മറക്കരുതേ. ഇറങ്ങിക്കോളൂ, ലീവ് നൗ. അതർവൈസ്, അല്ലെങ്കിൽ ബസ് മിസ്സാവും. യു വിൽ മിസ് ദ ബസ്. ലീവ് നൗ, അതർവൈസ് യു വിൽ മിസ് ദ ബസ്. പഠിക്കണം ഇല്ലെങ്കിൽ ഫെയിലാവും. എങ്ങനെ പറയും? എന്തെങ്കിലും ചെയ്യണം. യു മസ്റ്റ് സ്റ്റഡി, യു മസ്റ്റ് സ്റ്റഡി, അതർവൈസ് യു വിൽ ഫെയിൽ ദി എക്സാം, അല്ലെങ്കിൽ അതർവൈസ് യു വിൽ ഫെയിൽ. പൊട്ടും ഇല്ലെങ്കിൽ. ഓക്കെ, പൊട്ടൂല കേട്ടോ. ഇംഗ്ലീഷ് ഒന്നും പൊട്ടില്ല. നിങ്ങൾ 16 വീഡിയോയുടെ പ്ലേലിസ്റ്റ് കൃത്യമായി കാണുക. പിന്നെ ബുക്കിലുള്ള നിങ്ങളുടെ ലെസൺസ് എന്താണെന്ന് വെച്ചാൽ പഠിക്കാം, കുട്ടികളാണെങ്കിൽ കേട്ടോ. ഇംഗ്ലീഷ് അങ്ങനെ വലിയ സംഭവമൊക്കെ എടുക്കണ്ട, നമുക്ക് റെഡിയാക്കാവുന്നേ ഉള്ളൂ. ആവശ്യത്തിന് റിസോഴ്സ് ഫ്രീ ആയിട്ടുള്ള ഇവിടെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. അടുത്തത് വാക്ക് ആക്ച്വലി. ആക്ച്വലി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയാറുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ഒരു കാര്യം എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഉപയോഗിക്കുക. എനിക്ക് അത്ര ക്ഷീണമൊന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഒരു സുഖമുണ്ട്, ഒരു ഉന്മേഷമൊക്കെ ഉണ്ട്. എങ്ങനെ പറയും? ഐ എം നോട്ട് ടയേർഡ്. എനിക്ക് ക്ഷീണമൊന്നുമില്ല, ഐ എം നോട്ട് ടയേർഡ്. ആക്ച്വലി, ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഐ ഫീൽ ഗ്രേറ്റ്. നല്ലൊരു ഉന്മേഷം തോന്നുന്നുണ്ട്, ഐ ഫീൽ ഗ്രേറ്റ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ, ഈ ശരിക്കും പറഞ്ഞാൽ തന്നെ ആക്ച്വലി, ശരിക്കും പറഞ്ഞാൽ ഞാൻ അവനെ മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറയും. ആക്ച്വലി ഐ ഹവ് മെറ്റ് ഹിം ബിഫോർ. അപ്പോൾ അവിടെ ബിഫോർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇതിനു മുമ്പ്. ഇപ്പം ഞാൻ അവനെ കണ്ടു, ഇതിനു മുമ്പ് ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഐ ഹവ് മെറ്റ് ഹിം ബിഫോർ. അടുത്തത് ഒരു പക്ഷേ എന്നുള്ള അർത്ഥമാണ് മേ ബി. വളരെ യൂസ്ഫുൾ ആണ് ഈ മേ ബി. ഇങ്ങനെ ഇരിക്കണം കണ്ടിട്ട് നിങ്ങൾ അതിനെ ഒരു കാരണവശാലും പുച്ഛിക്കരുത്. ഒരു ദിവസം ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നമ്മൾ മേ ബി കേൾക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല കേട്ടോ. ഒരു പ്രാവശ്യമല്ല, പല വട്ടം. അത്രയും മേ ബി വേണം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഒരാളോട് ഒരു കാര്യം ഇങ്ങനെ ചെയ്യുമെന്ന് പറയണമെങ്കിൽ ഡു ഇറ്റ് ലൈക്ക് ദിസ് എന്ന് പറയുന്നത് വളരെ പൊളൈറ്റ് അല്ലാത്തൊരു രീതിയാണ്. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള രീതിയിലാണ് എപ്പോഴും പറയുക. അങ്ങനെ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട്, നിങ്ങളിപ്പോൾ ഒരു UK-ലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ അവിടെ കുറേ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരോട് പറയണം ഞാൻ, നിങ്ങളുടെ അടുത്ത് ഒരാളെങ്കിൽ മേ ബി ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അയാൾക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ് താല്പര്യം. അത് ഏറ്റവും പൊളൈറ്റായി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തോന്നല്ല അയാൾ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതേപോലെ അർത്ഥമാണ് പോസിബിളി എന്നുള്ളൊരു വാക്കിന്. നമുക്ക് മേ ബി പഠിക്കാം. നമുക്ക് ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തു പോവാം. മേ ബി വി ക്യാൻ ഗോ ഔട്ട് ലേറ്റർ. ഇതുണ്ടോ, ആ മേ ബി ഇല്ലെങ്കിൽ അവിടെ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തു പോവാം, വി ക്യാൻ ഗോ ഔട്ട് ലേറ്റർ അല്ലേ. പക്ഷേ മേ ബി വന്നപ്പോൾ ഉടനെ പൊളൈറ്റായി. നിങ്ങൾക്കൊരു ചാൻസ് തരികയാണ്, വിരോധം ഇല്ലെങ്കിൽ എന്നൊക്കെ ഒരു ഫീലിംഗ്, അവിടെ ഫീലിംഗ് മാത്രമേ ഉള്ളൂ. പൊളൈറ്റായി പറയുന്നു എന്നേ ഉള്ളൂ. അവർ ഉദ്ദേശിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തു പോകാൻ തന്നെയാണ് കേട്ടോ. മേ ബി വി ക്യാൻ ഗോ ഔട്ട് ലേറ്റർ. ഒരു പക്ഷെ അവൾ വിളിക്കാൻ മറന്നുണ്ടാവും. മേ ബി ഷി ഫൊഗോട്ട് ടു കോൾ. മറന്നു തന്നെയാണ്, ഷി ഫൊഗോട്ട് ടു കോൾ, അത് തന്നെയാണ്. പക്ഷേ ഒരു പക്ഷേ അവൾക്കിനി അതല്ല, അവൾ വേണമെന്ന് വെച്ച് വിളിക്കാതിരുന്നത്, അതിന് പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഒരു പക്ഷേ അതായിരിക്കും സംഭവിച്ചത്. മേ ബി ഷി ഫൊഗോട്ട് ടു കോൾ. അടുത്തത് എനിവേ.
ഈ എനിവേ കാഷ്വലായിട്ട് എനിവേസ് എന്ന് പറയാറുണ്ട്. പക്ഷേ ചില ഗ്രാമർ നേർഡ്സ് എനിവേസ് തെറ്റാന്ന് പറയാറുണ്ട്. ഒരു യുദ്ധം കുറച്ച് വർഷം മുമ്പ് എൻ്റെ ചാനലിൽ നടന്നിരുന്നു. ഞാൻ മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറി ക്വോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ സമയത്ത്. അവർ പറഞ്ഞിട്ടുണ്ട് എനിവേസ് ഇസ് ഈക്വലി കറക്റ്റ്. നമ്മളങ്ങനെ ഒന്നിനെയും പുച്ഛിച്ച് തള്ളേണ്ട കാര്യമില്ല. അത് ഉപയോഗിക്കാറുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എനിവേ ഞാൻ എനിവേ പഠിപ്പിക്കും ഇപ്പം. എന്നിരുന്നാലും എന്തൊക്കെയായാലും പൊതുവെ നമ്മളെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭാഷണം ഇങ്ങനെ എന്നാലും അവൻ നമ്മളോടൊരു വാക്ക് പറയാണ്ട് എന്താ പറയുക, എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ കാശ് മുഴുവൻ അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് വിഷയം മാറ്റണമെങ്കിൽ പറ്റിയ വാക്കാണ് എനിവേ. ഇപ്പോൾ ഭക്ഷണം എന്താ, ഉച്ചയ്ക്ക് എന്താ, നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ വിഷയം തിരിക്കണമെങ്കിൽ അല്ലേ, ഇതൊക്കെ വലിയ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻറ്റൻസ് ആയിട്ട് ഫീലിംഗ് ഒക്കെ ഉള്ള സമയത്ത് നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന വഷളാവും ടോപ്പിക്ക്. അപ്പോൾ ഒന്ന് വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വാക്കാണ് എനിവേ. അപ്പോൾ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം എന്നിങ്ങനെ പറയാം. എനിവേ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്. എനിവേ ലെറ്റ്സ് മൂവ് ഓൺ എന്ന് വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോവാം അടുത്ത പോയിന്റിലേക്ക്, ടു ദ നെക്സ്റ്റ് പോയിന്റ് അല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് കൂലങ്കഷമായി എന്തെങ്കിലും ഒരു വിഷമത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിവേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പോട്ടെ, വിട്ടുപിടിക്കാം ആ ഒരു ഫീലിംഗ്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഉപയോഗിക്കുന്ന ഞാൻ പറഞ്ഞുതരാം. മഴ പെയ്യുന്നുണ്ട്, ഇറ്റ്സ് റെയിനിങ്. അതെന്താ ഈ ഇറ്റ്സ് ഒക്കെ കയറി വന്നേ? ഞാൻ എപ്പോഴും പറയാൻ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, വെതറിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് വെച്ചാണ് തുടങ്ങുക. നല്ല വെയിലുണ്ട്, ഇറ്റ്സ് സണ്ണി. മഴ പെയ്യുന്നുണ്ട്, ഇറ്റ്സ് റെയിനിങ്. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ പുറത്തു പോയി, എങ്ങനെയൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നും, ഞാൻ പുറത്തു പോവാം, അതിനും ഒരു എനിവേ ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്നുള്ള അർത്ഥത്തിൽ. ഇറ്റ്സ് റെയിനിങ് ബട്ട് ഐ എം ഗോയിങ് ഔട്ട് എനിവേ. എനിക്ക് പുറത്തു പോകാൻ താല്പര്യം, ഞാൻ എന്തായാലും പുറത്തു പോവാം, ആ ഒരു അർത്ഥമാണ് അവിടെ. ഇറ്റ്സ് റെയിനിങ് ബട്ട് ഐ എം ഗോയിങ് ഔട്ട് എനിവേ. ഞാൻ കെയർ ചെയ്യുന്നില്ല അതിനെക്കുറിച്ച്, ഞാൻ പുറത്തു പോവാം, എനിവേ ഐ എം ഗോയിങ് ഔട്ട്. അപ്പോൾ അവിടെ ആ എനിവേ ലാസ്റ്റ് ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇറ്റ്സ് റെയിനിങ് ബട്ട് ഐ എം ഗോയിങ് ഔട്ട് എനിവേ. എങ്ങനെയൊക്കെയാണ് ഞാൻ പുറത്തു തന്നെയാണ്, എൻ്റെ തീരുമാനത്തെ മാറ്റില്ല. ഓക്കെ, റാദർ അതാണ് അടുത്ത വാക്ക്. പകരം എന്നുള്ള അർത്ഥത്തിന്, ഇൻസ്റ്റെഡിന് പകരം ഉപയോഗിക്കാം. പ്രിഫറബിളി എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ നിൽക്കാനാ എൻ്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ എനിക്കിഷ്ടം വീട്ടിൽ നിൽക്കാനാണ്, എൻ്റെ ഒരു പ്രെഫറൻസ് അതാണ്. എങ്ങനെ പറയും? ഐഡ് റാദർ സ്റ്റേ ഹോം ടു നൈറ്റ്. പുറത്ത് പോകാൻ വലിയ താല്പര്യമില്ല, ഇവിടെ അകത്തന്നെ നിൽക്കാൻ എനിക്ക് താല്പര്യം. ഐഡ് റാദർ സ്റ്റേ ഹോം ടു നൈറ്റ്. ഇന്ന് രാത്രി, ടു നൈറ്റ്, ടുഡേ നൈറ്റ് അല്ല. അടുത്ത വാക്ക് ക്വയറ്റ്. അപ്പോൾ ഇതെപ്പോഴും കൺഫ്യൂഷനുള്ള വാക്കാണ്. സ്പെല്ലിംഗാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവുക. ഇതിൻ്റെ അർത്ഥം നിശബ്ദമായിരിക്കും എന്നാണോ? അല്ല, അത് ക്വയറ്റ്. അത് പറയുമ്പോൾ തന്നെ വ്യത്യാസമുണ്ട്. ക്വയറ്റ്. ഇത് ക്വയറ്റ്, മനസ്സിലായോ? അത് ഒരു യെറ്റ് എന്നുള്ള ഫീലിംഗ് വരുന്നില്ല അവിടെ. ക്വയറ്റ്, അതാണ് ക്വയറ്റ്. ഇത് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ വെരി എന്നുള്ള അർത്ഥം പോലത്തെ ഒരു അർത്ഥമാണ്. വെരി അല്ലെങ്കിൽ ഫെയർലി അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി. അതൊക്കെ ആ സാഹചര്യം അനുസരിച്ചിരിക്കും. സിനിമ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല എന്ന് പറയാൻ പറ്റും. ദ മൂവി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ദ മൂവി ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ക്വൈറ്റ് എപ്പോഴും വെരിയുടെ സ്ഥാനത്ത് ക്വൈറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ചൂടുണ്ട്, ഇറ്റ്സ് ക്വൈറ്റ് ഹോട്ട്, ഇറ്റ്സ് വെരി ഹോട്ട് എന്നൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഐ ലൈക്ക് ഹെർ വെരി മച്ച്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതിന് ഐ ലൈക്ക് ഹെർ ക്വയറ്റ് മച്ച് എന്നൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പറ്റില്ല, ഈ മച്ചിൻ്റെ കൂടെ ഒന്നും പറ്റില്ല. ഓക്കെ മച്ചാൻ. ഇനി ദ മൂവി ഈസ് ക്വയറ്റ് ഇൻട്രസ്റ്റിംഗ്. അവൾക്ക് നല്ല ഉറപ്പാണ് ആൻസറിനെ കുറിച്ച്. ആൻസർ അവൾക്ക് നല്ല ഉറപ്പാണ്. അങ്ങനെ പറയും, ഷീ ഈസ് ക്വയറ്റ് ഷുവർ അബൌട്ട് ഹെർ ആൻസർ. ഓക്കെ, അങ്ങനെ. അപ്പോൾ ക്വയറ്റ് മനസ്സിലായി. ഷീ ഈസ് വെരി ഷുവർ അബൌട്ട് ഹെർ ആൻസർ എന്ന് പറഞ്ഞാലും തെറ്റില്ല, അവിടെ ക്വയറ്റ് ഉപയോഗിക്കാം. അടുത്തത് ഓവർ. നദിയുടെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജ് പോകേണ്ടത് എങ്ങനെ പറയും? ദ ബ്രിഡ്ജ് ഗോസ് ഓവർ ദ റിവർ. അതിന് മുകളിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഓവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ തീർന്നു എന്നുള്ള അർത്ഥത്തിലും ഓവർ ഉപയോഗിക്കും. ഷോ ഇപ്പം തീർന്നു, ദ ഷോ ഇസ് ഓവർ നൗ. അല്ല, ഓവർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന, ഓവർ ആക്കരുത്. അത് നമ്മൾ മലയാളത്തിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അത് ഇംഗ്ലീഷിൽ അങ്ങനെ ഓവർ ആക്കി എന്ന് പറയാറില്ല. ഹി മെയ്ഡ് ഇറ്റ് ഓവർ എന്ന് പറയാറുണ്ട്, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇറ്റ് ഇസ് ഓവർ എന്ന് വെച്ചാൽ തീർന്നു. ഓഫ്. ഇതെന്താണ് ഓഫ്? പൊതുവെ പല മീനിങ് വരാം. ഈ ഓഫ് പൊതുവെ വേറെ വാക്കുകളുടെ കൂടെയാണ് വരിക. കൊലക്കേഷൻസ് ഉണ്ടാവും. കൊലക്കേഷൻസ്, എനിക്ക് എപ്പോഴും കൊലക്കേഷൻ എന്ന് പറഞ്ഞാൽ കൊലക്കേസ് എന്ന് വരും.
അലൊക്കേഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സംഭവം. എങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾ ലിസ്റ്റായിരുന്നു വായിക്കാൻ നിൽക്കണ്ട. ഇത് നമ്മൾ ഓരോന്ന് എൻകൗണ്ടർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കണ്ണിപ്പെടുമ്പോൾ പഠിച്ചു വെക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ണിലേക്ക് എറിഞ്ഞു തരാൻ ഒരെണ്ണം പഠിച്ചു വെച്ചോളൂ. ലൈറ്റ് ഓഫ് ചെയ്യൂ, ടേൺ ഓഫ്. അതാണ് ടേണിൻ്റെ കൂടെ വന്ന അണയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. ടേൺ ഓഫ് ദ ലൈറ്റ്, ടേൺ ഓഫ് ദ ലൈറ്റ്. ഇത് തന്നെ തിരിച്ചും പറയാം, സ്പ്ലിറ്റ് ചെയ്യാം. ടേൺ ദ ലൈറ്റ് ഓഫ് അങ്ങനെയും പറയാം. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ വാക്കുകൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ എന്താണ് ടേൺ ഓഫ് ചെയ്യേണ്ടത് അതിൻ്റെ ഇടയിൽ കയറ്റിയിടാം. ടേൺ ദ ലൈറ്റ് ഓഫ് എന്നും പറയാം. ബൈക്കിൽ നിന്ന് വീണു, അതിന് ഫോൾ ഓഫ് എന്നുള്ള വാക്കുണ്ട്. അപ്പോൾ വീണു എന്ന് പറയാൻ ഫെൽ ഓഫ്. എങ്ങനെ പറയാം? ഹി ഫെൽ ഓഫ് ദ ബൈക്ക്, ഹി ഫെൽ ഓഫ് ദ ബൈക്ക്. ഓക്കെ, ഇനി ഒരെണ്ണം എളുപ്പമുള്ള നൗ. നൗ എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ അല്ലേ. ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്. ഐ എം ബിസി നൗ. അല്ലെങ്കിൽ ഐ എം എ ബിറ്റ് ബിസി നൗ. കുറച്ച് ബിസിയാണ്. ഐ എം എ ബിറ്റ് ബിസി നൗ. നമുക്ക് പുറത്തിപ്പോൾ പോവാം. ലെറ്റ്സ് ഗോ നൗ. അല്ലെങ്കിൽ നമുക്ക് പോവാം ഇപ്പോൾ, ലെറ്റ്സ് ഗോ നൗ. ഇപ്പോൾ പോവാം, ബസ് ഇപ്പോൾ 5 മിനിറ്റിൽ ഇറങ്ങിയാലോ, ലെറ്റ്സ് ഗോ നൗ. സൂൺ, ഇതാണ് നൗവിൻ്റെ കൂടെ കൺഫ്യൂഷൻ ആവുന്ന ഒരു വാക്ക്. സൂൺ എന്ന് വെച്ചാൽ ഉടനെ എന്നുള്ള അർത്ഥമാണ്. കുറച്ച് സമയത്തിനുള്ളിൽ, ഉടനെ എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വരാമെന്നുള്ളതിന് ഇപ്പം എന്നുള്ള അർത്ഥത്തിന് നൗ എന്ന് ഉപയോഗിക്കരുത്. ഐ കം നൗ എന്ന് പറയരുത്. ഞാൻ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന സാധനമല്ലേ ഐ വിൽ എന്ന് പറയുമ്പം, അത് പിന്നെ ഇപ്പോഴെങ്ങനെ ആവുക? ഐ കം സൂൺ എന്നാണ് പറയുക, ഉടനെ വരാം എന്ന് പറയാം. നമ്മൾ മലയാളത്തിൽ ഉടനെ എന്നുള്ളത് എടുത്ത് കളഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ വരാമെന്ന് അങ്ങനെ പറയില്ലേ. അതങ്ങനെ നാച്ചുറലി അങ്ങനെ പറയാം. ഞാൻ ഉടനെ വരാമെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ മാറ്റി നമ്മളിപ്പോൾ എല്ലാം ഇപ്പം ആണല്ലേ. നമുക്ക് ഞാൻ ഉടനെ റെഡി ആവാം, ഞാൻ ഇപ്പം റെഡി ആവാമെന്ന് പറയില്ലേ, അത് ഉടനെ റെഡി ആവാമെന്നാണല്ലേ. ഐ വിൽ ബി റെഡി സൂൺ, ഉടനെ, അത് തന്നെയാണ് സൂൺ. ട്രെയിൻ ഇപ്പം എത്തും എങ്ങനെ പറയും? ദ ട്രെയിൻ വിൽ കം നൗ എന്ന് പറയരുത്. കാരണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം അവിടെ കാണില്ലേ. ഇത് ഉടനെയാണ്. ദ ട്രെയിൻ വിൽ അറൈവ് സൂൺ. അപ്പോൾ കുറേ വാക്കുകൾ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് കുറേ പേര് വിശ്വസിക്കുന്ന വാക്കുകളാണ്. നിങ്ങൾക്ക് പിടികിട്ടിയ സംഭവം. ഇനി ഞാൻ നിങ്ങൾക്ക് കോഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ 2 കോഴ്സുകൾ എടുക്കണം. ഒന്ന് 30 ഡേ വാട്സപ്പ് കോഴ്സ്, രണ്ടാമത്തത് 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ്. ആദ്യം ഞാൻ 30 ഡേ വാട്സപ്പ് കോഴ്സ് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, കുട്ടികളൊക്കെ ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത് നമ്മൾ ഗ്രാമർ പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല, അത് കേട്ട് കൂടെ പറഞ്ഞ് പിന്നെ ഇതുമാതിരി സന്ദർഭത്തിൽ അത് അപ്ലൈ ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ കേട്ട് പഠിക്കുന്ന സംഭവമാണ് വാട്സപ്പ് ഇംഗ്ലീഷ് കോഴ്സ്. അതിൽ ഗ്രാമർ ഒന്നുമില്ല. 30 ദിവസം 30 ഡിഫറെൻറ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് പറയാൻ പഠിക്കുകയാണ്. ഇത് ലൈവ് ക്ലാസ് അല്ല, ഞാൻ ഒറ്റ ക്ലാസ് ലൈവ് എടുക്കാറില്ല. നമുക്ക് കൂടെ പറഞ്ഞ ആ മീനിങ്, കോണ്ടെക്സ്റ്റ് മനസ്സിലായി, പിന്നെ നമ്മൾ കുറേ ടാസ്ക് ചെയ്ത് പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന കോഴ്സാണ്. അപ്പോൾ 30 ഡേ കോഴ്സാണ്. പക്ഷേ 30 ഡേയിൽ ഫ്ലുവൻസി കിട്ടുമോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് 30 ഡേയ്സിൽ ഫ്ലുവൻസി കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ എന്തിനാണ് 30 ഡേ കോഴ്സ്? കുറച്ചുകൂടി നീട്ടിക്കൂടെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ മെറ്റീരിയലും ഈ 30 ഡേയ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. നിങ്ങൾക്ക് ഓൾറെഡി ആ മെറ്റീരിയലൊക്കെ കിട്ടും. അത് നിങ്ങൾ വെച്ചിട്ട് അടുത്തൊരു 30 ഡേയ്സോ അല്ലെങ്കിൽ 60 ഡേയ്സോ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് നടത്തുന്നത്. ഇതൊക്കെ ആദ്യത്തെ ബാച്ചൊക്കെ ചെയ്ത കുട്ടികൾക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ ബാച്ചുകളൊക്കെ ചെയ്ത കുട്ടികൾ എൻ്റെ അടുത്ത് എപ്പോഴും രണ്ടാമത്തെ പാർട്ട് വേണമെന്ന് പറയും. എനിക്കത് ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് യൂസ്ഫുൾ ആയ കോഴ്സാണ്. നമ്മൾ എവിടെയാണ് നമ്മൾ ഇംഗ്ലീഷ് നിൽക്കുന്നത് അതിന് പെട്ടെന്ന് ജമ്പ് ചെയ്ത് ലീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണ്. സംസാരിക്കാൻ ഇതിൽ എഴുതില്ല, വായിക്കലില്ല, ആ പരിപാടിയില്ല, ചെയ്യാൻ പാടില്ല നിർബന്ധം ഈ കോഴ്സിൽ. ഓൺലി ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. ഓക്കെ, ലൈവ് അല്ല. അടുത്തത് 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ്. കംപ്ലീറ്റ് കോഴ്സാണ്, അതാണ് അതിൻ്റെ പേര്, 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ്. ഇതിൽ ഗ്രാമറും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചെയ്യും. ഇതിൽ നമ്മൾ AI യൂസ് ചെയ്ത് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. പൊതുവേ ഒരു പേഴ്സണൽ ട്രെയിനറൊക്കെ വെച്ചിട്ടല്ലേ ആൾക്കാർ ചെയ്യാറ്. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് പേഴ്സണൽ ട്രെയിനർ ഉണ്ടോയെന്ന്. ഇല്ല, എൻ്റെ കോഴ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമാണ് എടുക്കുന്നത്. വേറെ ആരും നിങ്ങളുടെ അടുത്ത് നിങ്ങൾ സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുന്നൊന്നുമില്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാൻ കോഴ്സിൽ ഫോറം ഉണ്ട്, അവിടെ ചോദിക്കുക. വെബ്സൈറ്റ് വഴിയാണ് കോഴ്സ് കിട്ടുക. നമുക്കൊരു ലോഗിൻ ഉണ്ടാവും, ഇമെയിൽ വെച്ച് കയറുക, നമ്മുടെ കോഴ്സ് കൃത്യമായി കംപ്ലീറ്റ് ചെയ്യുക. അതൊരു 90 ഡേയ്സ് കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു 6 മന്ത്സിലാണ് കോഴ്സ് തീർക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ടൈം കിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ തീർക്കണം. തീർത്ത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടി ഉണ്ട്. അടുത്തൊരു 30 ഡേയ്സ് 60 ഡേയ്സ് നമുക്ക് വേറെ പരിപാടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ കോഴ്സ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അതപ്പോൾ പറഞ്ഞാൽ മതി. നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും കുറേ വേറെ കാര്യങ്ങളുണ്ട്. വെച്ചാൽ ഈ 90 ഡേ കോഴ്സ് എടുക്കുന്നവർ ഇംഗ്ലീഷിൽ പുലികളാവണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു UK US അങ്ങനത്തെ
ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയണം. നിങ്ങൾ ഈ ഇടയ്ക്ക് ചെറിയൊരു കോഴ്സ് എടുത്തിട്ട് ശരിയാവില്ല. ഫുള്ളി കാലയ്ക്ക് കുടിച്ച് മറിച്ച് വെക്കണം നമുക്കത്. പിന്നെ ആരെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താടാന്ന് പറഞ്ഞാൽ വാടാ പോടാന്നുള്ള രീതിയിലൊക്കെ പറയാൻ പറ്റണം. അങ്ങനെ എക്വിപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് 90 ഡേ ഇംഗ്ലീഷ് കോഴ്സ്. 15 മിനിറ്റ് എല്ലാ ദിവസവും 90 ഡേയ്സ് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ ഉണ്ടാവണം. ഇല്ല അങ്ങനെയല്ല. ഒരു 2 ആഴ്ച ഞാൻ ബംഗാളിൽ സൈറ്റ് സീയിങ്ങിന് പോവുകയാണ്, അത് കഴിഞ്ഞ് ഞാൻ ഉത്തരാഖണ്ഡിൽ പോവുകയാണ്, അങ്ങനത്തെ ആൾക്കാർ ദയവേത് എടുക്കരുത്. കാരണം അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് കോഴ്സ് എടുത്ത ശേഷം ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നത്. ട്രിപ്പൊക്കെ കഴിഞ്ഞ് സമാധാനമായി വന്ന് സമയമുള്ളപ്പോൾ കോഴ്സ് എടുത്താൽ മതി. കാരണം നമ്മൾ എടുത്ത അന്ന് മുതൽ നമ്മൾ തുടങ്ങുകയാണ്. പിന്നെ ഒരു 90 ഡേയ്സ് നമ്മൾ ഫുള്ളി ഇതിലാണ്. 15 മിനിറ്റ്സേ ഉള്ളൂ, പക്ഷേ 15 മിനിറ്റ്സ് എല്ലാ ദിവസവും വേണം. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയമുള്ളപ്പോൾ മാത്രം എടുക്കുക, സമയമില്ലാത്തപ്പോൾ എടുക്കരുത് കേട്ടോ. പഠിക്കാൻ റെഡി ആകുമ്പോൾ എടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിലിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഇമെയിൽ ID ഞാൻ താഴെ കൊടുക്കാം. ഇനി കുട്ടികളുടെ കോഴ്സ് ഉണ്ടോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. കുട്ടികൾക്ക് 2 കോഴ്സുകളാണുള്ളത്. ഒന്ന് ജോളി ഫോണിക്സിൻ്റെ കോഴ്സ്, അത് ഫോണിക്സ് പഠിപ്പിക്കുന്നതാണ്. കുട്ടികൾ ഒരു 3 വയസ്സ് മുതൽ തുടങ്ങാവുന്നതാണ്. ഫുൾ ഇംഗ്ലീഷിലാണ് ക്ലാസ്. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മലയാളം ഞാൻ തീരെ യൂസ് ചെയ്യുന്നില്ല. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, അവർ നേരെ പഠിച്ചോളൂ ഇംഗ്ലീഷ്. അതിൽ ഫോണിക്സ് വായിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഫോണിക്സ് എന്താണെന്ന് അറിയോ? അങ്ങനത്തെ നമ്മൾ ഈ ഓരോ വാക്കുകൾ അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് അത് കമ്പൈൻ ചെയ്ത് വായിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനൊരു കോഴ്സ് എടുത്തിരുന്നു എൻ്റെ മോനെ പഠിപ്പിക്കാൻ വേണ്ടി. അത് വെച്ചിട്ട് ഉണ്ടാക്കിയ കോഴ്സാണ്. പിന്നെയുള്ളത് കുട്ടികളൊരു 4th 5th ഗ്രേഡുള്ള കുട്ടികൾക്ക് ഒരു ഇൻറ്റഗ്രേഷൻ പോലത്തെ കോഴ്സ് എന്ന് വെച്ചാൽ ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വെച്ചിട്ടുള്ള കോഴ്സ്. അപ്പോൾ അതൊരു വലിയ കോഴ്സ് തന്നെയാണ് കേട്ടോ. അത് ഇങ്ങനെ പുറത്തൊക്കെ പോണ കുട്ടികൾ അവർ ഇവിടുത്തെ സിലബസ് പഠിച്ചിട്ട് പോകുമായിരിക്കും നാട്ടിൽ. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പോൾ അതിനൊരു ഇൻറ്റഗ്രേഷൻ കോഴ്സ്, അതും വളരെ നല്ല കോഴ്സാണ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോഴ്സാണ്. ഞാനത് കുട്ടികളുടെ ആയതുകൊണ്ട് വളരെ ഫീ കുറച്ചാണ് വെച്ചേക്കണേ. കുട്ടികളൊക്കെ നന്നായി പഠിക്കട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്തോളൂ. ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കോമെൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കൂ. ഞാൻ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് 2 കാര്യം ഐ പ്രിഫർ ദിസ് അങ്ങനെ ഉള്ള സെൻറ്റൻസ് ഞാൻ പറഞ്ഞിരുന്നില്ല നേരത്തെ. അത് ഉണ്ടാക്കിയിടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയുമോ, ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ എനിക്ക് കൂടുതൽ അങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കൺഫ്യൂസ്ഡ് ആണ് എങ്ങനത്തെ വീഡിയോ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നിങ്ങളുടെ ഇൻപുട്ട് കിട്ടുകയാണെങ്കിൽ എങ്ങനത്തെ ആണ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി അത്തരത്തിലുള്ള വീഡിയോസ് ഉണ്ടാക്കാം. അപ്പം അതേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.